മക്കളെ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഒരു ചെയിന് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത്. ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് താഴേക്ക് മിന്നല് കാറിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് ഏൽക്കാറില്ല. തീർന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ചാപ്റ്റർ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ആളുകളും പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. മക്കളെ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? എടാ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഫാൻ എത്ര തുടച്ചു വെച്ചാലും ഈ ഫാനിന്റെ മുകളിൽ വീണ്ടും വീണ്ടും പൊടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ അവസ്ഥയും. കമ്പ്യൂട്ടർ മോണിറ്റർ എത്ര തുടച്ചു വെച്ചാലും അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും പൊടി പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊടി പിടിക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആണ്. തീർന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മിന്നൽ ഉണ്ടാവും അല്ലെ, മിന്നലൊക്കെ ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ മിന്നല് കാറിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് ഏൽക്കാറില്ല. എന്തുകൊണ്ടാണ് കാറിൽ ഇരിക്കുന്ന ആളുകൾക്ക് മിന്നൽ ഏൽക്കാത്തത്? നമ്മൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് മൊബൈൽ ഫോണിൽ കോൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു റേഞ്ച് മിസ്സാവുന്നതായിട്ട് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർ നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ റേഞ്ച് മിസ്സാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആണ്. തീർന്നിട്ടില്ല. നമ്മൾ പെട്രോൾ ടാങ്കറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പെട്രോൾ ടാങ്കറുകളിലേക്ക് പെട്രോൾ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും അതിനകത്ത് നിന്ന് ഒരു ചെയിന് ഈ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത് താഴേക്ക് ഈ ലോറിയിൽ നിന്ന് താഴേക്ക് ഒരു ചെയിൻ ഇട്ടത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഭൂമിയുമായിട്ട് ഒരു ചെയിൻ കണക്ട് ചെയ്തത്? പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആണ്. തീർന്നിട്ടില്ല. നമ്മുടെ വിമാനത്തിന്റെ ടയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിമാനത്തിന്റെ ടയറുകൾ സാധാരണ ടയറുകളൊക്കെ റബ്ബറാണ്. റബ്ബർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിമാനത്തിന്റെ ടയർ റബ്ബർ എന്താണ്? അതൊരു ഇൻസുലേറ്ററിൽ നിന്ന് മാറിയിട്ട് സ്ലൈറ്റ്ലി കണ്ടക്ടിംഗ് ആയിട്ടുള്ള റബ്ബറാണ് നമ്മൾ അവിടെ എന്തായിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സർ നമ്മൾ വിമാനത്തിന്റെ ടയറുകൾ സ്ലൈറ്റ്ലി കണ്ടക്ടിംഗ് ആയിട്ടുള്ള റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറച്ച് പേപ്പർ പീസുകൾ താഴേക്ക് ഇട്ടിട്ട് ആ പേപ്പർ പീസിന്റെ മുകളിലേക്ക് നമ്മൾ തലയിൽ ഒരു പേന ഇങ്ങനെ റബ്ബ് ചെയ്ത് കാണിച്ചാൽ ആ പേനയുടെ മുകളിലേക്ക് ഈ പേപ്പർ പീസുകളെല്ലാം അട്രാക്ട് ആവുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു പ്രത്യേകത ഈ പേപ്പറിന്റെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആണ്. സോ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ തരുന്ന ഒരു ടോപ്പിക് ആണ് ശരിക്കും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അയൺ ചെയ്ത ഡ്രസ്സ് നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് ഗൂസ് ബംപ് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ്. സോ അത്രത്തോളം ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടുള്ള അത്രത്തോളം കാര്യങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മക്കൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് കിട്ടും. തീർന്നിട്ടില്ല മക്കളെ. ഇതിനെല്ലാം ഉത്തരം അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് കാണിക്കാനുള്ള ഒരു അവസരമാണ്. സോ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്നുള്ളത് അറിയുന്ന ആളുകൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ നമുക്ക് ചാപ്റ്ററുമായിട്ട് കാണാം.